ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ രാജശ്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം രാജശ്രീയോട് പറയും, ചേച്ചി കാര്യം നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നു, പക്ഷേ കുറച്ചും കൂടി കാശ് വേണ്ടി വരും എന്ന് പറയുവേ. ഇത് കേൾക്കുന്ന രാജശ്രീ പറയും, ദേ സുകന്യ, ഇനി പൈസയുടെ കാര്യം ഒന്നും നടക്കില്ല. കാര്യം നീ ആദ്യം നടത്തിത്താ, അതിനുശേഷമല്ലേ കാശ്. അല്ലാതെ 10 പൈസ ഇനി തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള മാന്യമായ കൂലിയല്ലേ ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കേ. മാന്യമായ കൂലി ഇതാണോടി മാന്യമായ കൂലി? നീ ചെയ്യുന്ന ജോലിക്ക് നിനക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതലാണ് നീ ചോദിക്കുന്നത്. അതും ഞങ്ങൾ സമ്മതിച്ചു. 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് നീ പറഞ്ഞു, അതും തന്നു. പക്ഷേ ഇനിയും നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ. അതുകൊണ്ട് നീ കാര്യവാദ്യം നടത്തിത്താ. ദേ നിനക്കന്ന് കാശ് തന്ന കാര്യമൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു. 10 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് മറിച്ചതിന് അനന്തേട്ടൻ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ചേച്ചി എന്തിനാ ഇതൊക്കെ കേട്ട് നിന്നേ? നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നോ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്? ഇനി അത് പറഞ്ഞിട്ട് വേണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനായിട്ട്. ഈ വിൽപത്രത്തിൻ്റെ കാര്യം നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചതെങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഗോമതിയെ അറിയിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ എന്ന് രാജശ്രീ ചോദിക്കും. ആരെവിടെ പോയി എന്തു പറഞ്ഞാലും എനിക്ക് വേണ്ടില്ല. എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം തൽക്കാലം വേണ്ട, പക്ഷെ വേണ്ടി വരും. ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ സുകന്യെ എന്ന് ചോദിക്കാം. ഞാനെന്തിന് ചേച്ചിയെ ഭീഷണിപ്പെടുത്തണം? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുന്നതാ. ജോലി ചെയ്യണമെങ്കിൽ കൂലി തരണം. അത് എൻ്റെ മാന്യമായ ആവശ്യമാണ്. നീ പക്ഷേ ഇപ്പം ജോലി ചെയ്യാതെ ആ കൂലി ചോദിക്കുന്നത്. ദേ സുകന്യെ, നീ വെറുതെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകരുത്. ദേ ചേച്ചി, എനിക്കെല്ലാം നന്നായിട്ട് അവസാനിക്കണമെന്ന ആഗ്രഹം. പക്ഷേ അതിനാരുടെയും മുന്നിൽ കരയാനോ കാല് പിടിക്കാനോ എന്നെ നോക്കണ്ട. എനിക്ക് ആവശ്യപ്പെട്ട തുകയാണ് ഞാൻ ചോദിച്ചത്. അതിന് ചേച്ചി ഇത്രയ്ക്കിങ്ങോട്ട് രോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല എന്ന് സുകന്യ രാജശ്രീയോട് പറയുവാണേ. ഇതേ സമയം അവരുടെ മുറിയിൽ നിന്ന് ബഹളം കേൾക്കുമ്പം ഇന്ദിരാമയാണെങ്കിൽ ആ റൂമിൻ്റെ വാതിക്കലേക്ക് ചെല്ലുക. ചേച്ചി, ഇവിടെ ഒരാളുടെ ഭാര്യയായിട്ട് വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോഴേ മറ്റൊന്നും ആലോചിക്കാതെ ധർമ്മേട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ സമ്മതിച്ചവളായി ഞാൻ. അതൊന്നും ചേച്ചി മറക്കരുതേ. അത് നീ ഇങ്ങോട്ട് കാണിച്ച ഔദാര്യമാണെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് അപ്പം രാജശ്രീ ചോദിക്കുക. ധർമ്മനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചതേ ഞങ്ങൾ നിന്നോട് കാണിച്ച കാരുണ്യ. എന്നോട് കാണിച്ച കാരുണ്യോ? മുന്നേ ഒന്ന് കല്യാണം കഴിച്ച് ആ ബന്ധം ഉപേക്ഷിച്ചവളല്ലേടി നീ? എന്നിട്ടല്ലേ ധർമ്മനെ പോലൊരു നല്ല ചെറുക്കനെ നിനക്ക് കിട്ടിയത് എന്ന് രാജശ്രീ ചോദിക്കുക. ഇത് കേൾക്കുന്ന ഇന്ദിരമ്മ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. മുന്നേ ഒന്ന് കല്യാണം കഴിച്ചവളാണോ ഈ സുകന്യ? ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? എല്ലാവരും കൂടി എൻ്റെ ധർമ്മനെ ചതിക്കുമായിരുന്നോ? അതെ, എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? രണ്ടാം ഘട്ടല്ലേ നീ? ധർമ്മനെ പോലെ നല്ലൊരു ആളുടെ ഭാര്യയാവാൻ നിനക്ക് പറ്റിയില്ലേ? നിന്റെ ഈ കൂതറ സ്വഭാവം വെച്ചിട്ട് നല്ലൊരു ആലോചന നിനക്ക് എളുപ്പത്തിൽ നടക്കുമായിരുന്നോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഇന്ദിരാമ്മ മനസ്സ് ചിന്തിക്കുക, ഈശ്വര, സുകന്യ നേരത്തെ കല്യാണം കഴിച്ചതാണോ? ധർമ്മനോ ദേവമംഗലത്തെ ആരെങ്കിലുമോ ഈ രഹസ്യം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആ നിമിഷം നീ പുറത്താ. അത് നീ മറക്കണ്ട സുകന്യെ. ഞങ്ങളുടെ ഔദാര്യമാണ് നിന്റെ ഈ കല്യാണം. അതുകൊണ്ട് സുകന്യെ, നമ്മളൊരു ധാരണ പോകുന്നതാ നമുക്ക് നല്ലത്. എന്തായാലും ശരി, ഞാൻ ചോദിച്ച കാര്യം എനിക്ക് വേണം എന്ന് സുകന്യ വാശി പിടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്ദിരാമയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ ധർമ്മനെ കൊണ്ട് ഒരു രണ്ടാം കെട്ടുകാരിയാണോ ഇവരെല്ലാവരും കൂടി കല്യാണം കഴിപ്പിച്ചത്? എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു? ഇവരുടെ സ്വന്തം ചോര തന്നെയല്ലേ അവനും? ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല. ഇങ്ങനെ സ്വാർത്ഥത പിടിച്ച കൂട്ടങ്ങൾ എൻ്റെ മക്കളായിട്ട് ജനിച്ചല്ലോ എന്നൊക്കെ ഇന്ദിരമ്മ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് തളർന്ന് അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇന്ദിരാമ്മയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് കേട്ടോ. സുകന്യ, നീ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് ബന്ധം ഒഴിഞ്ഞ ആളാ. ധർമ്മനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് ഞങ്ങളുടെ ഔദാര്യമായിട്ട് നീ കണ്ടാൽ മതി എന്ന് രാജശ്രീ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഇന്ദിരാമ്മയാകെ സങ്കടപ്പെട്ടിരിക്കുക. ഇതേ സമയം സുകന്യ പിടിവാശി പിടിക്കുകയാണ് രാജശ്രീയോട്. ദേ ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കാര്യങ്ങളൊക്കെ നടന്നു കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങൾക്ക് ഇതൊക്കെ വേണ്ടത് ആദ്യം എന്താ, അനുശ്രീയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ഡിമാൻഡുകൾ, വിൽപത്രം എഴുതണം. ഇതെല്ലാം ഞാൻ ചെയ്യാൻ വേണം. ഞാൻ ചോദിച്ച കാശിട്ട് തരാനും കഴിയല എന്ന് പറയാം. എൻ്റെ പൊന്നെ, ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്, സമ്മതിച്ചു. അച്ചുവേട്ടനൊന്ന് വന്നോട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നിന്നോട് പറയാം എന്ന് രാജശ്രീ സുകന്യോട് പറയാണ് കേട്ടോ. എന്നാൽ ശരി, ഞാനെന്നാ പോയേക്കുക എന്നും പറഞ്ഞ് സുകന്യ റൂമിൽ നിന്ന് ഇറങ്ങുക. അപ്പം രാജശ്രീ മനസ്സിൽ പറയുക, ഇതൊരു വല്ലാത്ത ശല്യമായി മാറുകയാണല്ലോ, ഇവളെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുക.
പെട്ടെന്ന് ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് വരുന്ന അച്യുതന്റെ ചെവിടത്തിനിട്ട് നല്ലൊരു അടി കൊടുക്കുവാണ്. അത് കാണുന്ന ആനന്ദം പറയും, അമ്മ എന്ത് തോന്നിവാസമായി കാണിക്കുന്നതാ, അവനെ എന്തിനാ തല്ലിയത്? നീയൊന്നും മിണ്ടരുത്, നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ ധർമ്മനെ ചതിക്കുമായിരുന്നല്ലേ? നീയൊക്കെ എന്തോന്ന് കൂടപ്പറപ്പുകളാടാ, അവനൊരു പാവ മനുഷ്യജീവി അല്ലേടാ, ആ പരിഗണനയെങ്കിലും നിനക്കൊക്കെ നൽകത്തില്ലായിരുന്നോ? അവനോട് എങ്ങനെ ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്കൊക്കെ തോന്നിയടാ എന്ന് ചോദിക്കാം. അപ്പം ആനന്ദം പറയും, എന്താ അമ്മേ, ദേ ഞാനിപ്പോൾ ദേവമംഗലത്തേക്ക് പോവാം, അവിടെ ചെന്ന് എനിക്കിതൊക്കെ എല്ലാവരോടും പറയണം. എനിക്ക് ധർമ്മനെ കാണണം, സുകന്യ നേരത്തെ കല്യാണം കഴിച്ച കാര്യമാണെന്ന് അവനോട് എനിക്ക് പറയണം. നീയൊക്കെ കൂടി അവനോട് എത്ര വലിയ ചതിയാ ചെയ്തത്. എൻ്റെ ധർമ്മന് നിങ്ങളുടെ ഭരണവും പത്രാസും ഒന്നും കാണിയല്ല, പക്ഷേ അവനും നല്ലൊരു മനസ്സുണ്ട്, അഭിമാനമുണ്ട്, നിങ്ങളെക്കാട്ടിലും ഉണ്ട്. അവനോട് ഈ ചതി ചെയ്യാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നിയടാ എന്ന് ചോദിക്കുക. എൻ്റെ മകൻ്റെ അഭിമാനവും ആണത്വം ഒന്നും അങ്ങനെ കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇന്ദിരാമ്മ അച്യുതനോട് പറയും. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. അപ്പോൾ ആനന്ദം വന്ന് വിളിക്കും, അമ്മേ ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, നിങ്ങളുടെയൊക്കെ മനസ്ഥിതി ഇത്രയും ദുഷ്ടത്തരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ന്യായീകരണമോ മാപ്പ് ചോദിക്കലോ ഒന്നും വേണ്ട. ഇത്രയും നാളും അളിയനെതിരെയായിരുന്നു, ഇപ്പം അനിയനെതിരെയും തുടങ്ങിയിരിക്കുന്നു. നിനക്കൊന്നും സ്നേഹമെന്ന് പറയുന്നത് ഇല്ലേടാ എന്ന് ചോദിക്കുക. എൻ്റെ പാല് കുടിച്ച് വളർന്നവനാവൻ, എൻ്റെ മടിയിൽ കിടന്നുറങ്ങിയവൻ, എൻ്റെ ഇളയ മകൻ, എൻ്റെ കൈ പിടിച്ച് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ കുഞ്ഞു മോനോടാടാ നീയൊക്കെ ഇത്രയും വലിയ ചെറ്റത്തരം ചെയ്തത്. അവന് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണം. ഞാനും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ട് അവന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പരാജയമാണ്. എനിക്ക് സുകന്യയെ കാണണം. അമ്മേ വേണ്ട, സുകന്യോട് ഇപ്പം ചോദിക്കേണ്ട, അത് വല്ലാത്ത കുഴപ്പത്തിലാവും അമ്മേ. അപ്പം അച്യുതനും അടുത്തേക്ക് വരും. അതെ അമ്മേ, അമ്മ ക്ഷമിക്കണം, കഴിഞ്ഞത് കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീയൊക്കെ നിന്റെ നേട്ടത്തിന് വേണ്ടിയായിരിക്കും അവളെ കല്യാണം കഴിപ്പിച്ചത്. ഇതേ ഞാനിങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ, അവന് നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് എന്ന് അനന്ത പറയും. അവൻ്റെ നല്ലതിന് വേണ്ടിയോ അതോ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയോ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്? ബാലന് ജയിക്കാൻ വേണ്ടി സ്വന്തം അനിയൻ്റെ ജീവിതമാണ് നിങ്ങൾ അലങ്കോലപ്പെടുത്തിയത്. ഈ പാപമൊക്കെ നീ എവിടെ പോയി തീർക്കൂടാ? ഞാൻ ആദ്യം സുകന്യോട് സംസാരിക്കട്ടെ, അവളുടെ നാവിൽ നിന്ന് തന്നെ ഇതൊക്കെ അറിയണം. അമ്മേ ദേ സുകന്യോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകും അമ്മേ. സുകന്യ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പോട്ടെ, അവൾ എങ്ങോട്ടേലും പോട്ടെ, ആ നശിച്ചവള് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് ഇന്ദിരമ്മ പറയാം. അവൾ പോയാൽ പിന്നെ ധർമ്മൻ്റെ കാര്യം എന്താവും അമ്മേ? ധർമ്മൻ അവളെ സ്നേഹിക്കുന്നുണ്ടാവില്ലേ അമ്മേ? എന്തായാലും ധർമ്മൻ സുകന്യെ താലി കെട്ടിയില്ലേ അമ്മേ? ഒരു ഭാര്യയും ഭർത്താവും ആയി സുഖത്തിലും സന്തോഷത്തിലും ആയിട്ടാണ് അവരവിടെ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളിതൊക്കെ ചെന്ന് പറയണോ അമ്മേ എന്ന് അനന്തൻ ചോദിക്കുക. എന്തിനാ വെറുതെ? നാട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞു അവൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇനി ഒരു പ്രശ്നം ഉണ്ടായി സുകന്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത എന്താകും ധർമ്മൻ്റെ ജീവിതം? പിന്നെ ഒരു കല്യാണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ അമ്മേ? അതും കൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്തനാണെങ്കിൽ ഇന്ദിരാമ്മയുടെ മനസ്സ് മാറ്റാനായിട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ദിരാമ്മ അത് ചിന്തിക്കുക. ഇനി ഒരു കല്യാണം ചിലപ്പം ധർമ്മം കഴിക്കത്തില്ല എന്ന് ഇന്ദിരാമ്മയ്ക്കും തോന്നുവാണ് കേട്ടോ. അപ്പോൾ അച്യുതനാണെങ്കിൽ വളരെ സ്നേഹത്തോടെ അനന്തനെ നോക്കുക, രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള രീതിയിൽ. അമ്മയുടെ മനസ്സ് മാറി വരുന്നുണ്ടെന്ന് അനന്തനും അച്യുതനെ കണ്ണു കാണിക്കുകയാണ്. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഇതാരെ അറിയിക്കണ്ട അമ്മേ, അവൻ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ പോയൊരു പ്രശ്നം നമ്മളായിട്ട് എന്തിനാ ഉണ്ടാക്കുന്നേ എന്ന് ചോദിക്കാം. അമ്മേ വരട്ടെ, ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ നമുക്ക് ധർമ്മനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടെ പോയി ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട എന്ത് കാര്യമാണ് അമ്മയ്ക്കുള്ളത്? അപ്പം അച്യുതനും വന്ന് പറയും, അമ്മേ അവനോട് ഞാൻ ക്ഷമ പറയാം അമ്മേ. അതുമല്ല ഈ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് നീ കൂടുതലൊന്നും പറഞ്ഞ് ന്യായീകരിച്ചിങ്ങോട്ട് വരണ്ട അച്യുത എന്ന് ഇന്ദിരമ്മ പറയാ. എന്നെ കൂടുതൽ പഠിപ്പിക്കാനും നിൽക്കണ്ട നീയൊക്കെ കൂടി. നീയൊക്കെ എൻ്റെ മക്കൾ തന്നെ ആണോടാ? ഇത്രയും വലിയ നീചമായ പ്രവൃത്തി ചെയ്യാൻ മാത്രം നിങ്ങളുടെ മനസ്സ് ദുഷ്ടത്തരം ആയി പോയല്ലോ നിങ്ങളൊക്കെ. സ്വന്തം അനിയനോട് പോലും സ്നേഹമില്ലാത്ത രണ്ട് മക്കൾ, രണ്ട് ചേട്ടന്മാരും കൂടി പടുകുഴിയിൽ കൊണ്ട് ചാടിച്ചല്ലോ എൻ്റെ മകനെ നീക്കക്കൂടി എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. എന്നിട്ട് അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. നിനക്കൊക്കെ ഇത്രയും ദ്രോഹം ചെയ്യാൻ മാത്രം ആ പാപം നിങ്ങളോടൊക്കെ എന്താടാ ചെയ്തത് എന്ന് വീണ്ടും ചോദിക്കുവാണേ. പൂജാമുറി പോയി നമ്മുടെ ഇന്ദിരമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എന്തിനാ എൻ്റെ ദൈവങ്ങളെ നീ എന്നെ കൈവിട്ടത്? കുഞ്ഞിലെ അവൻ്റെ ചേച്ചിക്ക് ഒരു തുണയായിട്ട് ചേച്ചിയുടെ കൂടെ പോയവനാ, എല്ലാവരുടെ നിഴലായിട്ട് അവൻ്റെ ജീവിതം. അവന് ഒരു കുടുംബം ഉണ്ടായി കാണണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവനൊരു ജീവിതം ഉണ്ടായപ്പം അവൻ ഒരിക്കലും ചേരില്ലാത്ത ഒരു പെൺകുട്ടിയാണല്ലോ അവൻ്റെ ജീവിതത്തിലേക്ക് നീ കൂട്ടിച്ചേർത്ത് വെച്ചത്. അവളുടെ സ്വഭാവം കൊണ്ട് ധർമ്മനുമായിട്ട് ഒരിക്കലും ഒത്തുപോവില്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇപ്പം രണ്ടാം കെട്ടുകാരിയായ ഒരു പെൺകുട്ടിയും കൂടിയാണെന്ന് അറിഞ്ഞപ്പം എൻ്റെ
എൻ്റെ ധർമ്മനോട് നീ എന്തിനാ ഈശ്വര ഇങ്ങനൊരു ചതി കാണിച്ചത്? എൻ്റെ മകന് എന്തുമാത്രം വേദന ഉണ്ടാകും ഈ സത്യങ്ങൾ അറിയുമ്പോൾ എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. നിന്നെ ഒരു രക്ഷകനായിട്ടല്ലേ ഈശ്വര ഞാൻ കാണുന്നത്, പക്ഷേ എൻ്റെ ധർമ്മനെ നീ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പം അനന്തൻ ഇത് കണ്ടുകൊണ്ട് വരുമ്പം അനന്തന് സങ്കടം വരുക. അപ്പം അമ്മേ എന്നും പറഞ്ഞ് ഇന്ദ്രാമ്മയുടെ കാലിലേക്ക് വീണുക. അമ്മേ, അവനൊരു ജീവിതമുണ്ടായി കാണുമല്ലോ എന്ന് കരുതിയ ഞാനും കണ്ണടച്ച് വിട്ടത് എല്ലാം അച്യുതൻ്റെ തീരുമാനമായിരുന്നു അമ്മേ. അവൻ്റെ കല്യാണം ഓരോ തവണ മുടങ്ങിപ്പോകുമ്പോഴും വീണ്ടും വീണ്ടും സങ്കടത്തോടെ നിൽക്കുന്ന അവൻ്റെ ആ മുഖം കണ്ടതുകൊണ്ടാണ് ഞാനും ഇത് നടക്കുവാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയത്. അല്ലാതെ എൻ്റെ അനിയനെ മനഃപൂർവ്വം ഞാനൊരു കുഴിയിൽ കൊട്ടി ചാടിച്ചതൊന്നും അല്ലമ്മേ എന്ന് ഇന്ദ്രാമ്മയുടെ കാല് പിടിച്ച് അനന്തം മാപ്പ് പറയുക. എന്നോട് ക്ഷമിക്കമ്മേ, ഒന്ന് ക്ഷമിച്ചു എന്ന് പറയമ്മേ എന്ന് ചോദിക്കുക. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് ഇന്ദ്രാമ്മ പറയും. എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ഭഗവാനോട് പറഞ്ഞോളാം. നിങ്ങളോടൊക്കെ ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദുഷ്ടരെ ശിക്ഷിക്കുന്നവരാ ഈശ്വരന്മാർ. മക്കളെ ശിക്ഷിക്കണമെന്ന് ഏതെങ്കിലും അമ്മയ്ക്ക് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ അത്ര ഗതികെട്ട ഒരമ്മ ഈ ലോകത്തുണ്ടോ? സ്വന്തം കൂടപ്പറപ്പുകൾ തന്നെ അനിയൻ്റെ ജീവിതം നശിച്ചു എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ധർമ്മൻ ഇതെങ്ങനെ സഹിക്കും? അവനൊരു പാവമല്ലേടാ, ആ പാവത്തോട് അതിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി എന്നും പറഞ്ഞ് ഇന്ദ്രമ്മ വീണ്ടും പൊട്ടിക്കരയുവാണ് കേട്ടോ ഭഗവാന്റെ മുന്നിൽ. അത് കാണുമ്പോൾ അനന്തരം കരയുവാണ്. അമ്മേ ക്ഷമിക്കമ്മേ, അവൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അച്യുതൻ പറഞ്ഞപ്പം ഞാൻ സമ്മതിച്ചു പോയതാ എന്നും പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രമ്മ വീണ്ടും അവിടെ നിന്ന് കരയുവാണ്. അതേസമയം അലോകാണെങ്കിൽ അനുശ്രീനെ വിളിക്കുക. അല്ല, എന്നെയൊക്കെ മറന്നു പോയോ അനു? നീ വീട്ടിൽ ചെന്നിട്ട് ഇതുവരെ ഒരു കോള് പോലും വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് പറയാം. അങ്ങനെ മറക്കാൻ പറ്റുമോ അലോകെ? ഞാനിവിടെ വന്നപ്പം മുതൽ നിന്നെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് മീനു കയറി വരിക. എന്താ അനുമോൾ ആരോടെ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക. എന്താ ചേച്ചി? അത് ഞാനൊരു കൂട്ടുകാരിയോടാ. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ചേച്ചിക്ക് എന്നെ ഇപ്പം സംശയമാണോ? അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയമാണ്. ഇപ്പം ദേ മീനു ചേച്ചിക്കും എന്നെ സംശയമാണ്. മീനു ചേച്ചിക്കും അമ്മയുടെ അസുഖം പകർന്നിട്ടുണ്ട്. അനു, മുൻപൊരു തവണ ചേച്ചി മോളെ ഉപദേശിച്ചിട്ടുണ്ട്, നീ മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയത് എന്ന് പറയൂട്ടോ. അപ്പം അനു ആണെങ്കിൽ മുഖം തിരിക്കുവേ. പക്ഷേ എൻ്റെ പൊന്നു മീനു ചേച്ചി, എനിക്ക് ആരോടും പ്രേമമൊന്നും ഇല്ല. ചേച്ചി ആകാശേട്ടനെ പ്രേമിച്ച് ഒളിച്ചോടിപ്പോയതുപോലെ ഞാൻ ഒളിച്ചോടിയൊന്നും പോകുകയല്ല എന്ന് നമ്മുടെ അനു എടുത്തടിച്ച പോലെ മീനുവിനോട് പറയേ. അപ്പം മീനുവിന് വല്ലാതാവുകയാണ് കേട്ടോ. അപ്പം മീനു ഒന്നും മിണ്ടാതെ നിൽക്കണം. എന്താ ചേച്ചി മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുക. പ്രണയിക്കുന്ന സമയത്ത് പ്രേമത്തെ എതിർക്കുന്നവരോട് ദേഷ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് മീനു പറയൂട്ടോ. പിന്നെ നമ്മുടെ കള്ളത്തരങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായാൽ അവരെ തകർക്കാൻ നമ്മൾ ഏത് വജ്രായുധവും ഉപയോഗിക്കും. അതും എനിക്കറിയാം. അനുമോളിതേ ഇപ്പം ചെയ്ത പോലെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനുവാണെങ്കിൽ പതറി നിൽക്കുക. തല കുനിച്ചാട്ടോ നിൽക്കുന്നത്. മീനുവിൻ്റെ നേരെ തല ഉയർത്തിപ്പോലും നോക്കുന്നില്ല. പോട്ടെ അനുമോളെ നോക്ക് എന്നും പറഞ്ഞ് നേരെ നിർത്തും. സാരമില്ല, അത് ഞാനങ്ങോട്ട് ക്ഷമിച്ചു, എന്നോടാണല്ലോ മോള് പറഞ്ഞത്. അപ്പം അനു കരയുവാണ്. എന്തിനാ അനുമോള് കരയുന്നേ എന്ന് മീനു ചോദിക്കുക. അല്ല, കരയാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അനുമോളെ എന്ന് ചോദിക്കുക. അല്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം സംസാരിച്ചത്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ചേടാ, അത് സാരമില്ല, എനിക്കതിലൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ എന്ന് അപ്പം മീനു പറയാം. മോളെ, നീ ഒരു പാവം കുട്ടിയാ, സെൻസിറ്റബിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ആരെന്തു പറഞ്ഞാലും അത് പെട്ടെന്ന് ഹേർട്ടാവും നിനക്ക്. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വസിപ്പിച്ച് നിന്നെ ട്രാപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നീ ഒരു കുഴിയിൽ പോയി ചാടരുതെന്നേ എനിക്കുള്ളൂ. മോളെ കരയരുത് നീ. ദേ നോക്കിക്കേ എന്നും പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചു തുടങ്ങും. ആരെന്തു പറഞ്ഞാലും നീ അത് കണ്ണുമടിച്ച് വിശ്വസിക്കരുത്. എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ. നിൻ്റെ ഈ നിഷ്കളങ്ക സ്വഭാവം പലരും ചിലപ്പോൾ മുതലെടുത്തുനിന്ന് വരും. അത് നീ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് തന്നെ നല്ലത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അനു അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണേ. അപ്പം മീനു അനുവിൻ്റെ അടുത്തേക്ക് വരിക. ദേ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിരുന്ന് പഠിക്കാൻ നോക്കുക, ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ. ചേച്ചി പോട്ടെ എന്ന് മീനു ചോദിക്കേ. എന്നിട്ട് മീനു അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ അനു വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നും ചോദിച്ച് മീനു അടുത്തേക്ക് വരിക. നിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയാണ്. അത് നിനക്കറിയാലോ. അവർ നിന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല മോളെ. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും നമ്മളോടുള്ള സ്നേഹം
എപ്പോഴും മനസ്സിലാക്കണം. അവരുടെ രണ്ടുപേരുടെ മുഖം എപ്പോഴും നിൻ്റെ മനസ്സിൽ വേണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് മീനു അനുവിനോട് ചോദിക്കുക. അവരെ മറന്ന് ഒരിക്കലും എൻ്റെ മോള് ഒന്നും പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും തകർന്നു പോകും. അത് നീ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മുടെ അനുവിൻ്റെ കവളിലൊന്ന് തട്ടിയിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മീനു റൂമിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വീണ്ടും അനുവിനെ തന്നെ മീനു ശ്രദ്ധിക്കുകയാണ്. എന്തൊക്കെയോ മാറ്റമുണ്ട് ഇവക്ക്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് വീണ്ടും അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ ചേച്ചി, എന്താണേലും ചേച്ചിക്ക് എന്നോട് പറയാലോ എന്ന് അപ്പം അനു മീനിനോട് ചോദിക്കുക. പിന്നെ തോന്നി നീയും അത് അറിയണമെന്ന്. എന്താ ചേച്ചി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ? അഗ്നിപൂജയുടെ ഇടയിൽ നമ്മുടെ അമ്മയ്ക്ക് യാദൃശ്ചികമായിട്ട് അപകടം സംഭവിച്ചതല്ല എന്ന് മീനു അനുവിനോട് പറയും. അത് കരുതിക്കൂട്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറയാണ് കേട്ടോ. അമ്മയെ കൊല്ലാൻ വേണ്ടി. അത് കേൾക്കുന്ന അനു ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്താ മീനു ചേച്ചി ഈ പറയുന്നേ? നമ്മുടെ അമ്മയെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ എന്ന് വീണ്ടും ചോദിക്കുക. എന്തൊക്കെയാ ഈ പറയുന്നേ എന്നും ചോദിച്ചുകൊണ്ട് മീനു അടുത്തേക്ക് ചെല്ലുക അനു. മീനു ചേച്ചി, ആ കൊലപാതക ശ്രമത്തിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു എന്ന് നിനക്കറിയാവോ എന്ന് വീണ്ടും ചോദിക്കുക. അവനാ ആ കൃഷ്ണമംഗലത്തെ അലോക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനു ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നേ എന്ന് മീനുവിനോട് ചോദിക്കുക. അപ്പം അനുവിനങ്ങ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അലോക് അങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല. ഇതറിഞ്ഞപ്പം ആദ്യം എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. അത്രയും വലിയ ക്രൂരത ചെയ്യാൻ മാത്രം അവൻ വളർന്നു എന്ന് ഞാൻ ചിന്തിച്ചു. നിന്റെ അവസ്ഥ അതുതന്നെയായിരിക്കും. പക്ഷേ അതാ സത്യം. തെളിവുകളൊക്കെ അവന് എതിരായിരുന്നു. അമ്മയെ കൊല്ലാൻ തീരുമാനിച്ചപ്പം അമ്മ അവൻ്റെ സ്വന്തം അപ്പച്ചയാണെന്ന് പോലും അവൻ ഓർത്തില്ല എന്ന് പറയാണ് കേട്ടോ. അന്ന് അവിടെ കൃഷ്ണമംഗലത്തുകാരുമായിട്ട് വഴക്ക് നടക്കുമ്പം നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നീ ഇതറിയാതിരുന്നത് എന്ന് പറയുവേ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്ന് എനിക്ക് തോന്നി. എന്നാൽ ശരി, ഞാൻ എന്തായാലും പോയേക്കുവാ, നീ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് മീനു റൂമിൽ നിന്നങ്ങ് പോവാണ് കേട്ടോ. അപ്പം കേട്ട സത്യത്തിൽ വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ അനുമോള് അന്തിച്ച് നിൽക്കുകയാണ്. ഇനി മീനു ചേച്ചി കള്ളം പറഞ്ഞതായിരിക്കുമോ, അവൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അലോകിനെ പറ്റി അനുവിൻ്റെ മനസ്സിലേക്ക് വരിക. അപ്പോൾ വീണ്ടും അന്ന് പൂജയിൽ നടന്ന കാര്യങ്ങളും അനുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ആണി കുത്തിക്കയറുന്ന ദൃശ്യവും ഒക്കെ. അതിനുശേഷം നമ്മുടെ അനു ദേഷ്യത്തോടെ അലോകിനെ ഫോൺ വിളിക്കുക. ഹലോ അലോക്, എന്താ അനു പറഞ്ഞു? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് നാളെ തന്നെ ഒന്ന് കാണണം. അയ്യോ, നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ അനു. എനിക്ക് അച്ഛൻ്റെ കൂടെ മിനിസ്റ്ററെ കാണാനായിട്ടൊന്ന് പോകണം. എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. പറ്റില്ല, എനിക്ക് നാളെ തന്നെ നിന്നെ കാണണം, അത്യാവശ്യമാണ്. നിന്നോട് ചില കാര്യങ്ങളെപ്പറ്റി എനിക്ക് സംസാരിക്കാനും ഉണ്ട്. നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തന്നെ അത് ശരിയാവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അലോക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ